എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ US സ്കൂള് കാണിക്കും. അവിടെ സ്റ്റുഡൻസ് എല്ലാവരും ചേർന്ന് ഇപ്പൊ അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്യാണ്. പ്രത്യേകിച്ച് സൂപ്പർ ഹീറോ ട്രെയിനിങ്ങിന് പോയ നമ്മുടെ ചെക്കൻ കരീഷ്മ, പ്രോഫി, ഡോറ അവര് 4 പേരും ഇപ്പൊ വമ്പൻ ആക്ഷൻസ് ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് ട്രെയിനിങ് എടുക്കും. അത് കണ്ട് ബാക്കിയുള്ള സ്റ്റുഡൻസ് ഇപ്പൊ വണ്ടറടിച്ച് അവരെ തന്നെ നോക്കി നിൽക്കും. പക്ഷെ ചപ്രത്തലയൻ അവനത് തീരെ ഇഷ്ടാവില്ല. അവൻ കലി കയറി ഇപ്പൊ നിലവിളിച്ചു പറയും, സത്യം പറയടാ, നിങ്ങൾക്ക് ഇത്രയും പവർ അതെവിടുന്ന് കിട്ടി? സൂപ്പർ ഹീറോ ട്രെയിനിങ്ങിന്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തോ സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടിയില്ലേ? പക്ഷെ നമ്മുടെ ആൾക്കാര് അതിപ്പോ മൈൻഡ് പോലും ചെയ്യില്ല. ഇപ്പോഴും ഇസക്കിന്റെ മനസ്സിൽ ആ ഒരു കൊച്ചു പെൺകുട്ടിയാണ്. അവൻ എങ്ങനെയെങ്കിലും അവളെ ഞാൻ തന്നെ കണ്ടുപിടിക്കുന്നു പറഞ്ഞ് ഇപ്പൊ അങ്ങനെ നിൽക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് നമ്മുടെ 4 ആശാന്മാരും ഐസമ മാസ്റ്റർ അടുത്തേക്ക് വരും. അവര് പറയും, ദയവ് ചെയ്ത് ഈ ഒരു മിഷനിൽ ഞങ്ങളെയും കൂടെ തീർച്ചയായിട്ടും പരിഗണിക്കണം. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഹെൽപ്പ് അത് ഉറപ്പായിട്ടും ഞങ്ങൾ ചെയ്യും. പ്രോഫിക്കും ഡോറയ്ക്കും ആണെങ്കിൽ ഭയങ്കര ആവേശം. അവരിപ്പോ ഒരുപാട് റിക്വസ്റ്റ് ചെയ്യും. അതിന് മാസ്റ്റർ പറയും, ആക്ച്വലി ഇതിൽ നിങ്ങൾ അറിയാത്ത മറ്റൊരു വലിയ പ്രശ്നമുണ്ട്. ആ കൊറ്റി വില്ലൻ അവനും ലീഗ് ഓഫ് വില്ലൻസിലെ ഒരു മെമ്പറാണ്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ ഒരു മിഷനിൽ പങ്കെടുപ്പിക്കാൻ കഴിയാത്തത്. ഞങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ആ ഒരു കൊറ്റി വില്ലന് ലീഗ് ഓഫ് വില്ലൻസുമായിട്ട് കണക്ഷൻ ഇല്ല എന്ന് തെളിയുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെയും ഈ ഒരു മിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ഹീറോ അവൻ ഒരുപാട് വിഷമത്തില് തിരികെ സ്കൂളിലേക്ക് വരും. അവന്റെ മനസ്സിൽ നിന്ന് ആ ഒരു പെൺകുട്ടിയുടെ രൂപം അതിപ്പോഴും മാഞ്ഞു പോയിട്ടില്ല. അവൻ വീണ്ടും വീണ്ടും അവന്റെ മനസ്സിൽ പറയും, എനിക്ക് തന്നെ ആ പെൺകുട്ടിയെ രക്ഷിക്കണം. മാത്രമല്ല ചിരിക്കുട്ട മാസ്റ്റർ ആളും അധികകാലം ജീവനോടുകൂടെ ഉണ്ടാവില്ല. ചിരിക്കുട്ട മാസ്റ്റർ ആളുടെ ഫ്യൂച്ചർ അത് ചേഞ്ച് ആയോ എന്നറിയണമെങ്കിൽ നൈറ്റ് ടൈം മാസ്റ്റർ തന്നെ മനസ്സ് വെക്കണം. പക്ഷെ മാസ്റ്റർ ഇപ്പോ ഒരുപാട് ബിസിയാണ്. ഈ ഒരു അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞ് അവനിപ്പോ ഫുഡ് കഴിക്കാനായിട്ട് വരും. പക്ഷെ നമ്മുടെ ചെക്കന് ഫുഡ് കഴിക്കാൻ പറ്റില്ല. അവൻ ആ ഫുഡിൽ നോക്കിയിരുന്ന് വീണ്ടും വീണ്ടും ഇപ്പൊ ആ കുഞ്ഞി പെണ്ണിനെയും ചിരിക്കുട്ടനെയും അവർ രണ്ടുപേരെയും ഇപ്പൊ മാറി മാറി ആലോചിക്കും. അപ്പൊ ടോഡറോക്കിയും നമ്മുടെ കണ്ണാടി പയ്യനും അവർ രണ്ടുപേരും ഹീറോയുടെ അടുത്തേക്ക് വരും. അവർ ചോദിക്കും, നിനക്ക് എന്തു പറ്റി? എന്താ ഫുഡ് കഴിക്കാതെ അങ്ങനെ നോക്കിയിരിക്കണേ? അതിന് ഹീറോ അവൻ പ്രത്യേകിച്ച് ഒന്നും പറയില്ല. അപ്പൊ അവര് പറയും, ദയവ് ചെയ്ത് നീ എന്താണെങ്കിലും തുറന്നു പറ. കാര്യം അറിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്കും നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിയൂ. പക്ഷെ നമ്മുടെ ചെക്കൻ അതിനും ഒന്നും മിണ്ടാതെ ഇപ്പൊ കരഞ്ഞോണ്ട് ഫുഡ് കഴിക്കും. അപ്പൊ അവര് ചോദിക്കും, നിനക്ക് ഞങ്ങളുടെ ഫുഡ് കൂടെ വേണോ? വേണമെങ്കിൽ ഇതുകൂടെ കഴിച്ചോന്ന് പറഞ്ഞ് അവരിപ്പോ അവരുടെ ഫുഡ് കൂടെ നമ്മുടെ ഹീറോയ്ക്ക് കൊടുക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ സിറ്റി മുഴുവൻ പ്രോ ഹീറോസ് അവരാ കുഞ്ഞിപ്പെണ്ണിനെ അന്വേഷിച്ച് അങ്ങനെ കയറി ഇറങ്ങി നടക്കുകയാണ്. ഓരോരോ ഹൈഡൌട്ടിലും അവര് കയറി ഇറങ്ങും. പക്ഷെ കുഞ്ഞിപ്പെണ്ണിന്റെയോ ആ വില്ലന്മാരുടെയോ യാതൊരു അഡ്രസ്സും ഉണ്ടാവില്ല. അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അത് അപ്പോ അവർ നൈറ്റയെ ഇൻഫോം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ മറ്റൊരു ഭാഗത്ത് ചുന്ദരൻ അവനും നമ്മുടെ ഹീറോയെ പോലെ തന്നെ ആ ഒരു ചിന്ന പെണ്ണിനെ അവളെ രക്ഷിക്കാതെ വിട്ടതിനെ ഓർത്ത് ഇപ്പൊ ഒരുപാട് വിഷമായിട്ടിരിക്കുകയാണ്. കട്ട് ചെയ്താ ഇപ്പൊ നൈറ്റ് ആളെന്തോ കണ്ടുപിടിച്ച് ഇപ്പൊ എവിടേക്ക് പോവാണ്. അപ്പൊ അതേസമയം ഹോസ്റ്റലില് നമ്മുടെ ഹീറോ അവൻ കൂർക്കം വലിച്ചുറങ്ങായിരിക്കും. അപ്പൊ അവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും. അത് കണ്ടവൻ ഷോക്കായിട്ട് ഇപ്പൊ ഉഷാറായിട്ട് ഓടി താഴെ ഹാളിലേക്ക് വരും. ഹാളില് ഡോറ, പ്രൊഫി, നമ്മുടെ ചോപ്പൻ തലയൻ അവർ 4 പേരും ഇപ്പൊ ഹീറോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവര് പറയും, ആ ഒരു ചിന്ന പെണ്ണിനെ നമ്മുടെ ആൾക്കാർ കണ്ടുപിടിച്ചു. അപ്പൊ നമ്മുടെ ആൾക്കാര് ഇപ്പൊ പരസ്പരം പറയും, അടുത്തത് നമ്മുടെ അവസരമാണ്. നമ്മൾ ആരാണെന്നും നമ്മുടെ പവർ എന്താണെന്നും അവർക്ക് കാണിച്ചു കൊടുക്കണം. അപ്പൊ അതേസമയം ഇതേ മെസ്സേജ് അത് ബിഗ് 3ക്കും ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ നെക്സ്റ്റ് ഡേ നൈറ്റ് ആളെല്ലാവരെയും വിളിച്ച് ആ പെൺകുട്ടിയുള്ള കറക്റ്റ് ലൊക്കേഷൻ ഇപ്പൊ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. അവൾ മറ്റെവിടെയല്ല, ആ ഒരു കൊറ്റി വില്ലന്റെ ഹെഡ് ക്വാർട്ടേഴ്സിലാണ്. നൈറ്റ് പറയും, ഈ ഒരു ബോക്സ് അതുപയോഗിച്ചാണ് ഞാൻ അവളെ കണ്ടുപിടിച്ചത്. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ആക്ച്വലി നൈറ്റ് ആ ഒരു കുഞ്ഞിപ്പെണ്ണിനെ നോക്കുന്ന ഊശാൻ താടിക്കാരൻ അവനെ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കും. അവനിലൂടെയാണ് അവൾ എവിടെയുണ്ട് എന്നവൻ മനസ്സിലാക്കുക. അപ്പ ഊശാൻ താടിക്കാരൻ അവൻ കടയിലെ സെയിൽസ് ഗേളിനോട് ചോദിക്കും, ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ടോയ്സ് ഉണ്ടോ? ആ പെണ്ണ് ഇപ്പൊ ഒരുപാട് ടോയ്സ് ഒക്കെ അവനെ എടുത്തു കാണിക്കും. അതിനവൻ പറയും, ഇതൊന്നുമല്ല, കുറച്ച് ഇംപ്രസിംഗ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ടോയ് വേണം. അങ്ങനെ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ? അപ്പൊ ആ സമയത്ത് നൈറ്റ് അവൻ ഹായ് ആയിട്ട് ഒരു ടോയ് എടുത്ത് ഊശാന്താടിക്കാരന്റെ അടുത്തേക്ക് വരും. അവൻ പറയും, നിനക്ക് വേണ്ടത് ഒരു അടിപൊളി ടോയ് അല്ലേ? ഈ ടോയ് അത് നിനക്ക് ഇഷ്ടായോ ചോദിച്ച് ഒരു ടോയ് അവന്റെ മുൻപിലേക്ക് നീട്ടും. എന്നിട്ട് ഗ്യാപ്പില് അവന്റെ ബോഡിയിൽ കൈവച്ച്
ഇപ്പൊ അവന്റെ ഫ്യൂച്ചർ അത് കാണാൻ തുടങ്ങും. അപ്പൊ നൈറ്റായി കാണും അവൻ ആ ഒരു ടോയുമായിട്ട് ഒരു ഡോർ തുറന്ന് ഇപ്പൊ ഒരു പെൺകുട്ടിയുടെ അടുത്തെത്തും. അവൻ പറയും, ഇതാ നിനക്ക് കളിക്കാനായിട്ട് ഒരു അടിപൊളി ടോയ്. അവളാണെങ്കില് ഇപ്പൊ അവനെ കണ്ട് പേടിച്ച് കരയാൻ തുടങ്ങും. അപ്പ നൈറ്റയ്ക്ക് പിടികിട്ടും ഇവള് തന്നെയാണ് അവരന്വേഷിച്ച് നടക്കുന്ന ആ ഒരു ചിന്ന പെണ്ണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് കാണിക്കും. അപ്പൊ നൈറ്റായി പറയും, ഈ ഒരു ഗിഫ്റ്റ് ഉപയോഗിച്ചാണ് ഞാനത് കണ്ടുപിടിച്ചത്. ഉടനെ ബബിൾ ഗേള് ആ ഒരു ഹൈഡ് ഔട്ട് അവിടെ ചെക്ക് ചെയ്യാനായി ഇപ്പൊ പോലീസിന്റെ കയ്യിൽ നിന്ന് പെർമിഷൻ വാങ്ങും. ഇവിടെ നമ്മുടെ ചുന്ദരക്കുട്ടൻ അവൻ ഹാപ്പി ആയിട്ട് ഇപ്പൊ എടുത്തു ചാടും. അത് കാണുമ്പോ ഇപ്പൊ നൈറ്റയ്ക്ക് മനസ്സിലാവും അവന്റെ ഉള്ളില് ഇത്രയും കാലവും അവൻ ചെയ്ത തെറ്റ് അത് പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ നൈറ്റായി അവൻ ടെൻഷനായിട്ട് ഇപ്പൊ എന്തൊക്കെയോ ആലോചിക്കാൻ തുടങ്ങും. ഞാൻ ഫ്യൂച്ചറിൽ കണ്ട കാര്യം അതൊട്ടും സന്തോഷിപ്പിക്കുന്നതല്ല. എന്നെ കൊണ്ട് ഫ്യൂച്ചർ കാണാനല്ലാതെ അത് ചേഞ്ച് ചെയ്യാൻ കഴിയില്ലല്ലോ എന്നോർത്ത് ആൾ ഒരുപാട് ടെൻഷനായി ഇപ്പൊ അങ്ങനെ തല കുനിച്ചു നിൽക്കും. കട്ട് ചെയ്താ ഇപ്പൊ ആ കൊറ്റിവിലനെ കാണിക്കും. അവന് കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഇൻഫർമേഷൻ കിട്ടും സൂപ്പർ ഹീറോസ് ആ ഒരു ചിന്ന പെണ്ണിനെ അവളെ കണ്ടുപിടിച്ചെന്ന്. അവരുറപ്പായിട്ടും അവളെ തേടി അവരുടെ ഹൈഡ് ഔട്ടിലേക്ക് എത്തും. പക്ഷെ അവനാണെങ്കിൽ അതൊന്നും കേട്ടിട്ട് യാതൊരു കൂസലും ഉണ്ടാവില്ല. അതേസമയം ഇവിടെ പോലീസ് എല്ലാം റെഡി ആയിട്ട് ഇപ്പൊ ഇൻവെസ്റ്റിഗേഷന് പോവാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അവര് വമ്പം പ്ലാനും റോഡ് മാപ്പൊക്കെ ആയിട്ട് ചുന്ദരി പെണ്ണിനെ കണ്ടുപിടിക്കാൻ ഇപ്പൊ റെഡിയാവും. മറ്റൊരു ഭാഗത്ത് സൂപ്പർ ഹീറോസ് ഒരുപാട് പ്ലാനും അവരുടെ കോട്ടും സ്യൂട്ടൊക്കെ ഇട്ട് ഇപ്പൊ റെഡി ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഐസമ മാസ്റ്റർ ഇപ്പൊ നമ്മുടെ ആൾക്കാരോട് പറയും, ഞാൻ പറഞ്ഞതെല്ലാം എല്ലാവർക്കും ഓർമ്മയില്ലേ? നിങ്ങൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഇങ്ങനെയുള്ള സമയത്ത് വില്ലന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞെന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു വേണം അവരുമായിട്ട് ഫൈറ്റ് ഇടാൻ. കട്ട് ചെയ്ത ആ കൊറ്റി വില്ലൻ അവനിപ്പോ ബെഡ് റെസ്റ്റിൽ കിടക്കുന്ന ഒരു അപ്പാപ്പന്റെ അടുത്തേക്ക് വരും. അവൻ പറയും, ഒരല്പ നേരത്തേക്ക് ഇവിടെ ഭയങ്കര ശബ്ദമായിരിക്കും, അതുകൊണ്ട് വേണമെങ്കില് നീ നിന്റെ കാത് പൊത്തിക്കോ. അപ്പൊ അതേസമയം പുറത്ത് ഇപ്പൊ പോലീസ് അവരെല്ലാവരും ചേർന്ന് കൊറ്റി വില്ലന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അത് മുഴുവനായിട്ടും ഇപ്പൊ റൗണ്ട് ചെയ്ത് നിൽക്കും. അപ്പൊ മെയിൻ ഓഫീസർ പറയും, ഞാൻ വാതിൽ തുറന്ന് അകത്തേക്ക് പോവും. അപ്പോഴേക്കും നിങ്ങൾ എല്ലാവരും ഗണ്ണുമായിട്ട് അകത്തേക്ക് ചാടിക്കടക്കണം. അങ്ങനെ അവരെല്ലാവരും ഇപ്പൊ അകത്തേക്ക് കയറാനായിട്ട് അങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. മെയിൻ പോലീസ് അവൻ ആ കോളിംഗ് ബെൽ അടിക്കും. പക്ഷെ അപ്പോഴേക്കും ഒരു വില്ലൻ അവൻ ചാടി വീണ് ഇപ്പൊ ഇടിക്കാനായിട്ട് തുടങ്ങും. അത് കണ്ട റെയ്ക്ക അവൻ അവിടേക്ക് വന്ന് ഇപ്പൊ അവനുമായിട്ട് പൊരിഞ്ഞ അട്ടിയിട്ടി ബഹളം. ഗ്യാപ്പിൽ പോലീസുകാര് ഇപ്പൊ സെർച്ച് വാറണ്ട് ഒക്കെ കാണിച്ച് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ഇടിച്ചു കയറാനായിട്ട് തുടങ്ങും. പക്ഷെ വില്ലന്മാരാണെങ്കില് അവരെ കടത്തി വിടില്ല. അവരെല്ലാവരും ചേർന്ന് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് ഇപ്പൊ പൊരിഞ്ഞ ഫൈറ്റ്. അപ്പൊ അതേ സമയത്ത് നമ്മുടെ ചുന്ദരക്കുട്ടനും ഇസുക്ക് പയ്യനും അവർ രണ്ടുപേരും ആ ചിന്ന പെണ്ണിനെ രക്ഷിക്കാൻ ഇപ്പൊ ഉഷാറായിട്ട് ഡോറിനടുത്തേക്ക് ഓടും. കട്ട് ചെയ്ത കൊറ്റുവില്ലൻ അവനിപ്പോ അവന്റെ ഹെഡ് ക്വാർട്ടേഴ്സിന്റെ ഓരോ മൂലയ്ക്കും വമ്പൻ ആയുധങ്ങളൊക്കെ ആയിട്ട് അവന്റെ സെക്യൂരിറ്റീസിനെ അങ്ങനെ നിർത്തും. കൊറ്റുവില്ലൻ അവനിപ്പോ പതിയെ നടന്ന് ചിന്നപ്പെണ്ണിന്റെ അടുത്തേക്ക് വരും. അവനെ കണ്ട ഉടൻ അവളിപ്പോ പൊട്ടിക്കരയാൻ തുടങ്ങും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പോളി.